കോഴിക്കോട് വടകരയിൽ കാരവനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. മരിച്ച മനോജ്, ജോയൽ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വാഹന നിർമ്മാതാക്കളായ ബെൻസ് ജീവനക്കാരും PWD ഇലക്ട്രിക്കൽ വിഭാഗവും വാഹനത്തിൽ പരിശോധന നടത്തും. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ. കാരവാനിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. മരിച്ചത് മലപ്പുറം സ്വദേശി മനോജ്, കാസർഗോഡ് സ്വദേശി ജോയൽ എന്നിവരെയാണ്. ഇന്നലെ രാത്രിയാണ് ഇവരെ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയിരുന്നു. ഇന്ന് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ ഈ കാരവാനിന് പരിസരത്തൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിലവിൽ 2 പേരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം ഉച്ചയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരുടെ 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം എന്താണ് എന്ന് പറയാൻ കഴിയൂ എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ കാറിലുണ്ടായിരുന്ന AC ചോർച്ചയാണ് മരണകാരണം എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും എന്താണ് യഥാർത്ഥ കാരണമെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും എന്നുകൂടിയാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മരിച്ച 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.